ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകിയാണ് എണീറ്റെങ്കിലും 9 മണിയൊക്കെ ആകുമ്പോൾ ഇവർക്ക് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്കൂളിൽ ഇന്നൊരു ആലേഖ് ആർട്ട് എക്സിബിഷനും അതുപോലെ ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷനും നടക്കുന്നുണ്ട്. അപ്പോൾ കിച്ചും കണ്ണനും കൂടിയിട്ടാണ് പോകുന്നത്. എല്ലാ സ്കൂളുകളിൽ നിന്നും ഇന്ത്യൻ സ്കൂളിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ കൊണ്ടുവിടാനായിട്ട് പോവുകയാണ്. അപ്പം അവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം ഇവരെ നമ്മൾ ജസ്റ്റ് അവിടെ അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മുന്നേ ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള രജിസ്ട്രേഷനും ക്ലാസ് വൈസുള്ള ഇതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് കിട്ടുക. അപ്പോൾ നമ്മൾ അവരെ അവിടെ ആക്കിയിട്ട് പിന്നെ ഇവരുടെ ടൈം വരെ വെയിറ്റ് ചെയ്യണമല്ലോ, കുറേ ടൈമുണ്ട്. അപ്പം നമ്മൾ പിള്ളേരെയൊക്കെ അവിടെ കൊണ്ടുവിട്ട് പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ആലേഖ് ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നുള്ളത്. അപ്പം നമ്മൾ ആ ആർട്ട് എക്സിബിഷൻ കാണാൻ വേണ്ടി പോയി. ഒരുപാട് കുട്ടികൾ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ആർട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയാണ് പോയത്. നല്ല അടിപൊളി പെയിൻറ്റിങ്ങുകളൊക്കെയാണ് കേട്ടോ, പ്രത്യേകം പറയേണ്ടതില്ല. ഇത്രയും ചെറിയ കുട്ടികളും വലിയ കുട്ടികൾ വരച്ചതും എല്ലാം ഉണ്ട്. ഇത്രയും നന്നായിട്ടൊക്കെ വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾ ഇത്രയും ദൂരം പിക്ചേഴ്സാണെന്നറിയോ. അതും ചില പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ലൈവ് നമ്മളൊരു ഫോട്ടോ എടുത്ത ഫീല്, ആ ഫോട്ടോ അങ്ങ് വെച്ച പോട്ടിരിക്കും. ഇപ്പോൾ അതേ ഈ പിക്ചർ കണ്ടു നോക്കിട്ടോ, ശരിക്കും ആ ഒരു ഷെയ്ഡും ആ ഒരു നിഴലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതാണ്ട് ഒരു പഴയ ഒരു വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തതാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അത്രയും നീറ്റാക്കി എത്രയോ എന്താ പറയുകയെന്നറിയില്ല, അത്ര ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് കുട്ടികൾ കേട്ടോ. അപ്പം അത് സെയിലിന് കൂടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പ്രൈസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിലിനുണ്ട്. പിന്നെ അവർ വരച്ചതെല്ലാതും എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ എല്ലാ പിക്ചേഴ്സും അതുമ്പോൾ പേരും അതുപോലെ അവരുടെ ഏത് ഡിവിഷനാണെന്ന് എഴുതിയിട്ടുണ്ട്, അതിന് എത്ര റേറ്റ് ആണെന്നും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില പിക്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. ഒരുപാട് ആർട്ടുകൾ കാണാൻ പറ്റും, ഒരുപാട് പെയിൻറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പെയിൻറ്റിങ്ങിൽ ശരിക്കും ആ വെയിലും പിന്നെ അതുപോലെ തന്നെ ആ ചെടികളുടെയൊക്കെ ഒരു നിഴലും ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട് ശരിക്കും നമ്മളവിടെ നിന്ന് സ്റ്റക്കായിപ്പോവും. എന്തൊരു ഭംഗിയാണ്, പ്രത്യേകം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് നമുക്ക് പിക്ചർ ഡയറക്റ്റ് കാണുമ്പോൾ അറിയാം കേട്ടോ, അത്ര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്.
അതിനുശേഷം നമ്മളിത് ജയശ്രീ ചേച്ചിനും ചേട്ടനും കണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ചൊരു സംസാരിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ അവിടെ കയറിയതിന് ശേഷം നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഇതേ സലൻ സാറിനെ അജയ് ചേട്ടനൊക്കെ എടുത്തിട്ട് നമ്മൾ പിള്ളേരെ കൂട്ടാൻ പോകാൻ കേട്ടോ. അപ്പം 10:30 മുതൽ 12:30 വരെയാണ് അവിടെ 10:45 മുതൽ 12:45 വരെ പ്രോഗ്രാം ടൈമായിരുന്നു. അപ്പോൾ നമ്മളിതേ വീണ്ടും പിള്ളേരെ എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഇതേ അവിടെ നിന്ന് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് കുട്ടികളതിനൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചുവിനെയും കണ്ണനെയും കൂട്ടാനായിട്ട് സലൻ സാർ പോയിട്ടുണ്ട് കേട്ടോ. അജയ് ചേട്ടനും പോയിട്ടുണ്ട്, രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട്. പാർക്കിങ്ങൊക്കെ ഭയങ്കര റഷായിരുന്നു, നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയില്ലായിരുന്നു. അപ്പോൾ അതേ കിച്ചു വന്നിട്ട് പിന്നെ ടയേർഡായിരുന്നു കേട്ടോ, ചൂട് കൊണ്ടിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ ഫ്രൂട്ടിയൊക്കെ കുടിച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കണ്ണനും സൈദയൊക്കെ വന്നു. പിന്നെ എല്ലാവരും കൂടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഉച്ച സമയമായിരുന്നല്ലോ, അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മൾ കാലിക്കറ്റ് ഫുഡ് സ്റ്റോറീസിലാണ് പോയത് കേട്ടോ. അപ്പോൾ താഴെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുകളിലെ സ്പേസിലോടത്താണ് പോയത് കേട്ടോ. അപ്പം എല്ലാവർക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞ പിള്ളേർ പിന്നെ അവിടെ കളിയായിരുന്നു കേട്ടോ. അവർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ പണി. അപ്പോൾ അവർ കളിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് ഫുഡ് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, കുഴപ്പമുണ്ടായില്ല. ഒരുപാട് മസാല, ഞാൻ നീക്കി വെച്ചത് മൊത്തം മസാലയാണ് കേട്ടോ. ഒരുപാട് മസാല ഓവറായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അതേ ചെറിയൊരു പായസമൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ അതേ ഈവനിങ് ആയപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പിന്നെ എല്ലാവരും കൂടെ ഒന്നുകൊണ്ട് പാർക്കിൽ വരാം കുട്ടികൾക്ക് കളിക്കാനായിട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുടക്കല്ലേ 2-3 ദിവസം. അപ്പോൾ അതുകൊണ്ട് അതേ പാർക്കിൽ വന്ന് നമ്മുടെ ആൻഡ്ലസ് ഗാർഡനിലാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസിന് ഇരിക്കാനായിട്ടും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടും ഒക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് പിള്ളേരെ അതുപോലെ എന്താ പറയുക ഷട്ടിൽ ബാറ്റും പിന്നെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ താഴെ അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷട്ടിൽ കളി തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ദച്ചുവിന് ഇവരുടെ കൂടെ കളിക്കാൻ കൂടാൻ പറ്റില്ല, ദച്ചു ചെറുതല്ലേ, ദച്ചുവിന് ഷട്ടിൽ കളിക്കാൻ അറിയില്ല. അപ്പോൾ ദച്ചു പിണങ്ങി വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അവരോട് ഷട്ടിൽ കളി നിർത്തിയിട്ട് അവർ ഫുട്ബോൾ കളി കളിക്കാൻ തുടങ്ങി. അപ്പോൾ ദച്ചുവിനും കൂടെ കളിക്കാമല്ലോ. പിന്നെ വേറൊരു കുട്ടിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. എല്ലാവരും കൂടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരുന്നു ഫുഡ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടിയിരുന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ശശിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശശിയേട്ടനെ കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ സംസാരിച്ച് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും. ടേക്ക് കെയർ, ബൈ.